പിന്നെ ഏറ്റവും വലിയ മറ്റൊരു കോമഡി ഞാൻ പറയട്ടെ. ഈ ഒരു ഹദീസ് നിങ്ങൾ നോക്കുക. ഇതും ഞാൻ ഈ ഹദീസുകളൊക്കെ IPH പുറത്തിറക്കിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തത്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഹദീസുകളിലും ഉള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഹദീസ് പുസ്തകം അതായതുകൊണ്ടാണ് എടുത്തത്. ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്കുക. മുസ്ലിം അധ്യായം തൗബ ഹദീസ് നമ്പർ 1922. അബൂ ഹുറൈറയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. നിങ്ങൾ പാപം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹു പൊക്കിക്കളയുകയും പാപം ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ അവർ പാപം ചെയ്യും, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതായത് താമരശ്ശേരിയിലുള്ള ജനങ്ങൾ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ നന്മ ചെയ്ത് മാത്രം ജീവിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാം? നമ്മുടെ കാരുണ്യവാനായ അള്ളാഹു എന്ന ദൈവം നിങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളെ മൊത്തം അട്ടിമറിച്ചിട്ട് പൊക്കിക്കളയുകയും എന്നിട്ട് പാപം ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ദൈവമേ പുറത്തുകൊണ്ട എന്ന് നായക്ക് 40 വട്ടം അള്ളാഹുവിന് അതാണ് ഇഷ്ടം.